നമുക്കേ ഉണക്കച്ചെമ്മി വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇതിന്റെ ഈ തലയുടെ അവിടെ കുറെ മുള്ളുകൾ പോലെ തിന്നുണ്ടോ, കൊമ്പ് പോലെ തിന്നതിന്റെ. അപ്പൊ അത് നമ്മുടെ കൈമ കുത്തും. അപ്പൊ അതുകൊണ്ട് തുടക്കക്കാർക്ക് വേണ്ടി പറയാണ്, അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ ഇതിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടി കേട്ടോ. എന്തായാലും വാഷ് ചെയ്യണം, കാരണം ഇതിൽ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, ചെമ്മീൻ വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുള്ളിയാണ് ഇതിന്റെ മെയിൻ ഐറ്റം. ഇതാണ് ഇതിന്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ചെറുള്ളി നമുക്ക് ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, കുറച്ച് മെനകെട്ട പണിയാണ്, പക്ഷെ ഇത് ചെയ്താലേ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. ഇതിന് പകരം സവോള ഇടാൻ നിൽക്കരുത് കേട്ടോ, അതിന്റെ ടേസ്റ്റ് പോവും. ഇതിന്റെ ചെറുള്ളി തന്നെ എടുക്കണം. ഓക്കെ, ഉള്ളി നമ്മളത് തൊലി കളഞ്ഞ് കിഴങ്ങി എടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു പിടി ഉള്ളി നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടെടുക്കാം. ഓക്കെ, നീളത്തില് ചെമ്മീൻ്റെ ഓൾമോസ്റ്റ് മുരിഞ്ഞിട്ടുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓൾമോസ്റ്റ് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. അത്യാവശ്യം നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് കേട്ടോ. ഇതുപോലെ ചതച്ച മുളക് വേണം എനിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, കാശ്മീരി മുളക് പൊടി. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുരിയുന്ന വരെ, അതിൻ്റെ ഒരു പച്ചക്കുത്തില്ല അത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഡ്രൈ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആണെങ്കിൽ നമുക്ക് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം കേട്ടോ. ചെമ്മീൻ പൊടി പോലെ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പുണ്ടാകുമ്പോൾ നോക്കാം. എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അതാണ്. അപ്പം അതെ, നമ്മുടെ ചെമ്മീൻ്റെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം ആയിരിക്കും. അതായത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ്. സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടിപൊളി ചെമ്മീൻ ഫ്രൈ, ഉണക്ക ചെമ്മീൻ ഫ്രൈ കേട്ടോ.